പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, രണ്ട് വാചകങ്ങൾ മുത്തുനബി അവിടെന്ന് പഠിപ്പിച്ചു തന്നു. ഒന്നാമത്തെ വാചകം ആരെങ്കിലും പറഞ്ഞാൽ അത് അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിലേ പിന്നെ നിൽക്കാറുള്ളൂ. അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിലേ നിൽക്കാറുള്ളൂ. ഏത് വാചകമെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് കൊണ്ട് അധികമായി പറഞ്ഞു പഠിച്ചോ. ഓർമ്മ വേണ്ടേ? മരിക്കുന്ന സമയത്ത് പറയാൻ നിനക്ക് ഓർമ്മ വേണ്ടേ? അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, തംലഉ മാ ബൈന സമാഇ വൽ അർദ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ പ്രതിഫലം നിറയുകയാണ്. കാരണം പ്രവചിക്കാൻ കഴിയില്ല ആ ദിക്റിന്റെ പ്രതിഫലം എന്താണെന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നിറയുകയാണ്. രണ്ടാമത്തെ ദിക്ർ ഏതാ? അല്ലാഹു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ നിറയ്ക്കുന്ന രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയുമോ? അല്ലാഹു അക്ബർ. റസൂലുള്ളാഹി തങ്ങളെ പറയുകയാ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരുമിച്ച് പറയാൻ കഴിയുന്ന ദിക്റാണ്. ഈ ദിക്റിന്റെ പ്രതിഫലം പറയാൻ നമുക്കാർക്കും കഴിയില്ല. കാരണം ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ അതിന്റെ നന്മ ഇങ്ങനെ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്റുകൾ അധികമായി പറയണേ, ദിക്റുകൾ അധികമായിട്ട് പറയണേ.